നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവരുടെ മറുപടി. മത്സരിക്കുന്ന വാർഡിനെയും നഗരത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് അവരുടെ കർമ്മ പദ്ധതികൾ സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കുന്നു. വാർഡ് 19 താലൂക്ക് ഹോസ്പിറ്റൽ. UDFന്റെ ഷിതാറാണി തോമസും LDFന്റെ അശ്വതി ബൈജുവും NDAയുടെ ലിഞ്ചു തോമസുമാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ജോസ് കുര്യാക്കോസ് വിജയിച്ച വാർഡാണിത്. ഏകദേശം 806 വോട്ടർമാരുള്ളതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വെൽ മൂവാറ്റുപുഴ. നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ ധാരാളമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലില്ല. അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗതാഗതക്കുരുക്ക് അതും വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പണ്ടിരിമല റോഡിനോട് ചേർന്ന് അരിമില്ലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു തൊണ്ട് പോകുന്നുണ്ട്. അത് ഒരു സഞ്ചാരയോഗ്യമല്ലാത്തൊരു രീതിയിലാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു 10ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വണ്ടി പോകാനും ആംബുലൻസ് കയറാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൻ്റെ പേപ്പർ വർക്ക് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞതാണ്. അപ്പം അതിന് ഒരു നടപടി എടുക്കുക എന്നുള്ള രീതിയിൽ അതാണ് ഞാനൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നത്. സ്ത്രീ സൗഹൃദ നഗരമായി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ ടോയ്ലറ്റ്സ്, ഫീഡിംഗ് റൂംസ് ഇവയെല്ലാം പൊതുസ്ഥലങ്ങളിൽ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പണ്ടിരിമല റോഡിൽ നമ്മുടെ അരിമില്ലിനോട് ചേർന്ന് കാണുന്ന ഒരു തൊണ്ട് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസക് മരിയ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് ബാബുജി റോഡിലോട്ടൊരു ഓട വരുന്നുണ്ട്. അതിൻ്റെ കലിങ്ക് കുറച്ച് താന്നിരിക്കുന്നതിനാൽ വേസ്റ്റ് എല്ലാം അടിഞ്ഞ് അവിടെ ഒരു ആകെ മലിനമായി കിടക്കുകയാണ്. അപ്പോൾ ആ കലുങ്കൊന്ന് ഉയർത്തിയിട്ട് നമ്മുടെ ബാബുജി റോഡ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാർഡിൽ നിന്നും ഒരു 10-15 വോളണ്ടിയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ അങ്ങനെയുള്ളൊരു ലൈഫാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒരു വർഷത്തിൽ ഒരു 1-2 തവണ നമ്മളിങ്ങനെ ഒരു കൂടുന്ന പോലെ എല്ലാവർക്കും ഒരു മാനസിക സന്തോഷം കിട്ടാനും അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു സന്തോഷം, ഒരു യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ഇതാണ് അടുത്ത എൻ്റെ മൂന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായി പുരോഗതി നേടിയ ഒരു നഗരമായിരിക്കണം. വിദ്യാഭ്യാസത്തിലും ഗതാഗതത്തിലും സാമ്പത്തികമായി മൊത്തത്തിൽ മെച്ചപ്പെടുന്ന ഒരു നഗരമായിരിക്കണം. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയൊക്കെ പോലെ വിപുലീകരിച്ച ഒരു സിറ്റിയായി കാണണം. മൂവാറ്റുപുഴ എല്ലാ കാലത്തും ഒരു പിറ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഇടത്താവളം തന്നെയായിരുന്നു. നമുക്ക് തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ മൂവാറ്റുപുഴ. ഇനി അത് തുടർന്നും ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒരു ടൂറിസത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മുടെ മൂവാറ്റുപുഴ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. പണ്ടിരിമല റോഡിനോട് ചേർന്നുള്ള ഇടവഴി വീതി കൂട്ടേണ്ടതിന്റെ ആവശ്യകതയാണ് ഷിത ആദ്യം കാണുന്നത്. മാലിന്യ നീക്കത്തിലെ പോരായ്മയും തെരുവുനായ ശല്യത്തിന് പരിഹാരവും ഗതാഗതക്കുരുക്കിന് ആശ്വാസവുമാണ് ലിഞ്ചുവിന്റെ ആദ്യ പരിഗണനയിലുള്ളത്. 5 വർഷം കൊണ്ട് റോഡ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ബാപ്പുജി റോഡിന്റെ പോരായ്മകൾ പരിഹരിച്ച് മോടിയാക്കുന്നതിനും വാർഡിലെ ആളുകൾക്ക് ഒത്തുചേരാൻ അവസരമുണ്ടാക്കി മാനസികോല്ലാസത്തിന് സാഹചര്യം ഉണ്ടാക്കുന്നതുമാണ് ഷിത ഉദ്ദേശിക്കുന്നത്. 5 വർഷം കൊണ്ട് മൂവാറ്റുപുഴയെ സ്ത്രീ സൗഹൃദ നഗരമാക്കുന്നതിനാണ് ലിഞ്ചുവിന്റെ ലക്ഷ്യം. 25 വർഷങ്ങൾ കൊണ്ട് മെട്രോ നഗരമായി മൂവാറ്റുപുഴ മാറണമെന്ന് ലിഞ്ചു ആഗ്രഹിക്കുമ്പോൾ മികച്ച താമസ സൗകര്യങ്ങളുള്ള ടൂറിസത്തിന് പ്രാധാന്യമുള്ള നഗരമായി മൂവാറ്റുപുഴ മാറണമെന്ന് ഷിത ആഗ്രഹിക്കുന്നു. മൂവാറ്റുപുഴ ന്യൂസ് സംഘം LDFലെ അശ്വതി ബൈജുവുമായി പലവട്ടം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല. അതുകൊണ്ട് അശ്വതി ബൈജുവിന്റെ പ്രതികരണങ്ങൾ ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. 19ാം വാർഡിലെ മറ്റ് 2 സ്ഥാനാർത്ഥികളാണ് അവരുടെ ആശയങ്ങളും പ്രതീക്ഷകളും വ്യക്തമാക്കിയത്. ഇതോടെ മൂവാറ്റുപുഴ നഗരസഭയിലെ സ്ഥാനാർത്ഥികളോട് സംവദിക്കുന്ന വോട്ടർമാർ അറിയാൻ എന്ന പരിപാടി പൂർണ്ണമാവുകയാണ്. സഹകരിച്ച എല്ലാ സ്ഥാനാർത്ഥികളോടും മൂവാറ്റുപുഴ ന്യൂസ് സംഘത്തിന്റെ നന്ദി. നല്ല നാളേക്കായി മികച്ച ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ എല്ലാവരും വോട്ട് പാഴാക്കാതെ രേഖപ്പെടുത്തുക. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വെൽ മൂവാറ്റുപുഴ.